ഏതാണ്ട് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ജിസ്മോള്. ഒരു വിഷയമില്ല, വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ച ആളാണ്. ഇല്ല, അമ്മ മരിച്ചു പോയെന്നുള്ളൊരു ദുഃഖം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. എന്നാലും ആ കുട്ടി ആത്മഹത്യയുടെ ദുരൂഹതയിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഇല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടില്ലാതെ ഒരു കാരണവശാലും കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു. വർഷം പറയാനും ആരും ഇല്ലാതെ ഒരു സാഹചര്യം. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടിക്കില്ല. പ്രത്യേകിച്ച് അവർ ബോൾഡായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു, അഭിഭാഷകയായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളും 2 പെൺകുഞ്ഞുങ്ങളും ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ജിസ്മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ പാലാ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. അതുമാത്രമല്ല കഴിഞ്ഞ ടേമിൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം ഇത്രയും സാമർഥ്യമുള്ള ജിസ്മോൾ എന്തുകൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു ദുരൂഹത തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമസ്കാരം സർ. ഈ വാർത്ത എപ്പോഴാണ് അറിയുന്നത്? അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു സത്യത്തിൽ എനിക്കൊന്നൊരു 3 മണി കഴിഞ്ഞാന്ന് തോന്നുന്നു, എനിക്കറിയുന്നത് കറക്റ്റായിട്ട് 3 മണി കഴിഞ്ഞു. ഒരു ചാനലുകാർ തന്നെ വിളിച്ചു ചോദിക്കുക. അപ്പം പെട്ടെന്ന് അവരാണോ എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല. കാരണം കഴിഞ്ഞ ടൈമിൽ ഞാൻ മെമ്പറായിരുന്നു. കഴിഞ്ഞ ടൈമിൽ എന്നോടൊപ്പം തന്നെ 2-2.5 വർഷക്കാലം വർക്ക് ചെയ്ത ആളാണ്. മെമ്പറായിട്ട് തന്നെ വർക്ക് ചെയ്ത ആളാണ്. ഒരു 6-7 മാസക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ജിസ്മോളുടെ അമ്മയായിരുന്നു ആദ്യം പഞ്ചായത്ത് മെമ്പർ. അപകടമരണം ഉണ്ടായി പുള്ളിക്കാരിലേക്ക്. അതിനുശേഷം ബൈ ഇലക്ഷനിലാണ് ജിസ്മോൾ മെമ്പറായിട്ട് അവിടെ വരുന്നത്. നല്ല മിടുക്കിയ ഒരു കുട്ടിയായിരുന്നു. കാരണം അഡ്വക്കേറ്റ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യ നമുക്ക് ഒരു വലിയ എന്താ പറയുന്നത്, വലിയൊരു നടുക്കത്തിലോട്ട് നമ്മളെ വലിച്ചു. കാരണം വെച്ചാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള നല്ല പവർഫുള്ളായിരുന്ന ആൾ. അഡ്വക്കേറ്റാണ്, പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറാണ്, പൊതുജന പ്രവർത്തകയാണ്, എല്ലാം ആണ്. പക്ഷേ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ മേലാത്തത്. കാരണം വെച്ചാൽ 2 കുഞ്ഞുങ്ങളെയായിട്ട് പലതവണ അറ്റംപ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് അവർ ഈ പേരൂർ ആറ്റിൽ ചാടി മരിക്കുന്നത്. എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം? ഞാൻ മനസ്സിലാക്കുന്ന ജിസ്മോളുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, അച്ഛനുള്ളത്. അച്ഛൻ ജിസ്മോളുടെ വീട്ടിൽ ജിസ്മോളുടെ സഹോദരനും UK-യിലാണ്, അതുപോലെ അച്ഛനും UK-യിലാണ്. ഒരു സഹോദരി ഉള്ളത് കുവൈറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഈസ്റ്റർ പ്രമാണിച്ച് ജിസ്മോളുടെ അച്ഛൻ UK-യിലോട്ട് പോയതാണ്. ഈസ്റ്റർ കഴിഞ്ഞ ശേഷം വരുള്ളൂ. വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പാലായിലെ മുത്തോലി പഞ്ചായത്തുള്ള വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഒരു 3-4 ആഴ്ച ഏതാണ്ട് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ജിസ്മോൾ. ഇവിടെ മുത്തോലി പഞ്ചായത്തിലെ SBI ബാങ്കിലെ ലീഗൽ പാനലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ പാർട്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ചിരുന്ന ആളാണ്. അന്നൊന്നും ഒരു വിഷയമില്ല, വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ച ആളാണ്. കഴിഞ്ഞ ടൈമിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ജനങ്ങളോടുള്ള ഇടപെടൽ എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു. നല്ല പെരുമാറ്റമായിരുന്നു. നല്ല ആൾ ബോൾഡാണ്. കാരണം ഏത് കാര്യത്തിനും ഇടപെടാനും എന്ത് കാര്യത്തിനും മുമ്പിൽ ഇറങ്ങാനും ഒക്കെ ഒരു എന്നാ പറയുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും, അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകയായത് സത്യത്തിൽ എനിക്ക് തോന്നുന്ന പഞ്ചായത്ത് മെമ്പറായതിനു ശേഷമാണ്. പക്ഷേ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് നല്ല ബോൾഡായിരുന്നു ആൾ. എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു മരണ വാർത്ത കേൾക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റാണ്, സ്വാഭാവികമായും വീട്ടിൽ അച്ഛനെ അറിയിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു കാണുമല്ലോ. അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കേട്ടപ്പോഴുള്ള? അല്ല, അദ്ദേഹത്തിന് അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവരുടെ ബന്ധുക്കൾ വിളിച്ചറിയിച്ചിരുന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞാണ് കുറേ ആളുകൾ അറിഞ്ഞത്. അപ്പം കാരണം വെച്ചാൽ അച്ഛനെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമ്മയില്ല, അമ്മ മരിച്ചു പോയെന്നുള്ളൊരു ദുഃഖം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. എന്നാലും ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തി എന്നുള്ളത് കാണുമ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ടൈമിൽ മെമ്പർ ആയിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമായിരുന്നോ കല്യാണമൊക്കെ കഴിഞ്ഞത്? അതെ. ആ സമയത്ത് കല്യാണത്തിനൊക്കെ പങ്കെടുത്തിരുന്നു? പിന്നെ തീർച്ചയായിട്ടും കല്യാണത്തിന് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്നു. ആ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ജിസ്മോളെ കെട്ടിച്ചു വിട്ട വീട്ടുകാരെ കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷേ ജിസ്മോളുടെ ഹസ്ബൻഡിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതല്ലാത്ത രീതിയിൽ ഉറപ്പീര് കഴിഞ്ഞും അവരുടെ ഒത്തുകല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജിസ്മോൾ പറഞ്ഞ് നമുക്ക് അറിയുകയും ചെയ്യും. ആ സമയത്തൊക്കെ എന്തായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു മനസ്സിലുണ്ടായിരുന്ന ധാരണ? പുള്ളിയെ സംബന്ധിച്ച് വലിയ മോശമായ അഭിപ്രായമൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പം ആളുകൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, കുടുംബ പ്രശ്നമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിക്കട്ടെ. എന്തോ ദുരൂഹതയിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഇല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടില്ലാതെ ഒരു കാരണവശാലും കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അത് 2 സ്വന്തം മക്കളെയും കൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള സത്യമാണ്. ഈ ജിസ്മോളുടെ ഹസ്ബൻഡിന്റെ വീടിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാവോ? അവിടെ ആരൊക്കെയാണ് ഉള്ളത്? അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ? ഹസ്ബൻഡ് വീട്ടിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷെ പറഞ്ഞു കേട്ട അറിവ് വെച്ചാൽ അവിടെ അമ്മ,
അമ്മയുണ്ട്. അമ്മ ഹീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് പിന്നെ ഒരു നാത്തൂനുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു, എനിക്കറിയില്ല. ഒരു സിസ്റ്റർ, പുള്ളിയുടെ സിസ്റ്റർ ഒരാൾ അവിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ട് ഉള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇന്നലെ ഇപ്പോൾ ഇങ്ങനെ ബോഡി വെള്ളത്തിൽ നിന്ന് എടുത്തു, അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഹസ്ബൻഡിന്റെ സാന്നിധ്യം, ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡ് ഇല്ലായിരുന്നു. പിന്നെ അവരുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ കാരിത്താസിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി, അങ്ങനെയുള്ളതിനെ കുറിച്ച്? കാരിത്താസിൽ എനിക്കൊന്ന് ഈ ഇലക്ട്രീഷ്യൻ വർക്ക് ജോലിയായിരുന്നു കാരിത്താസിൽ. അപ്പോൾ ആ കുടുംബം അവർക്കൊരു ബസ് സർവീസ് ഉണ്ട്, ATS എന്ന് പറഞ്ഞ ഒരു ബസ് സർവീസ് ഉണ്ട്. സാമ്പത്തികമായിട്ടൊന്നും പ്രശ്നമുള്ള കുടുംബങ്ങളൊന്നും അല്ല. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക ഒന്നുമല്ല സാമ്പത്തിക പ്രശ്നങ്ങളല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പിതാവിനെ ഇപ്പോൾ ഞാൻ വൈസ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരത്തി മെൻഷൻ ചെയ്തിരുന്നു ഒരു കാര്യം, അതായത് ജിസ്മോള് പിതാവിനെ വിളിച്ച് പറഞ്ഞിരുന്നു, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നൊരു കാര്യം വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ്? എനിക്ക് അറിവില്ല, ഞാൻ അറിഞ്ഞില്ല. അന്നൊക്കെ ഈ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഈ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു, അവര് ഫുൾ ഹാപ്പി ആയിരുന്നു? ആ കാലഘട്ടത്തിലൊക്കെ ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഇവരൊരുമിച്ച് പോകുമ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. അതിന് പാലായിൽ ഓഫീസിട്ടു, അഡ്വക്കേറ്റായിട്ട് പാലായിൽ ഓഫീസിട്ടു. പിന്നെ ചില ബാങ്കിൻ്റെയൊക്കെ ലീഗൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ജീവിക്കണം, കഷ്ടപ്പെടണം, സാമ്പത്തികം ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടുള്ള കുട്ടിയായിരുന്നു. ഇപ്പോൾ ഭർത്താവ് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് വിട്ടുപോന്നാൽ ജീവിക്കാനുള്ളൊരു വകയുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്തോ മാനസികമായിട്ടുള്ളൊരു വിഷയം, കാരണം വീട്ടിൽ ഇവിടെ ആരുമില്ല. എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നം പറയാനും ആരുമില്ലാതെ ഒരു സാഹചര്യം, അതാണല്ലോ മനുഷ്യൻ്റെ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അന്നേരം തോന്നിയൊരു വിഷയമായിരിക്കും ഒരു പക്ഷേ. പക്ഷെ അതിൽ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇത് പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതാണ് അതിന് ശേഷമാണ് പുറത്തല്ല തീരുമാനിച്ചുറപ്പിച്ച പോലെ ചെയ്തു എന്നുള്ളതാണ്. കാരണം സാറിന് അഡ്വക്കേറ്റിൻ്റെ അടുത്തൊക്കെയല്ലേ ആളുകളൊക്കെ ചെല്ലുന്നത്, കുടുംബ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെല്ലുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ അതാണ് ചാടുക എന്ന് പറഞ്ഞത്. ആ ബോഡി എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? ബോഡി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കണം. സത്യസന്ധമായ കാര്യം എന്താണ് കണ്ടെത്തണം. അതിൻ്റെ അകത്ത് ആരെങ്കിലും തെറ്റുകാരുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായ ശിക്ഷ കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം, അതിനകത്ത് ഭരണസമിതിയുടെ ആവശ്യം. ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ജിസ്മോള് കോൺഗ്രസിന്റെ മെമ്പറായിട്ടാണ് വിജയിച്ചത്, ഇദ്ദേഹം BJPയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഇത്രയും നല്ലൊരു കാര്യം ജിസ്മോളെ കുറിച്ച് പറയുമ്പോൾ ആ മരണത്തിലൊരു ദുരൂഹതയുണ്ട്. മരണത്തിൽ ദുരൂഹതയല്ല ഞാൻ പറയുന്നത്, ദുരൂഹതയല്ല. മരണത്തെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. പ്രത്യേകിച്ച് അവർ ബോൾഡായിരുന്നു, അഡ്വക്കേറ്റായിരുന്നു, അഭിഭാഷകയായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്തോ വിഷയം, അതായത് എന്തോ കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ആത്മഹത്യ ചെയ്യല, അത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം, അത് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം. അതെന്താണെന്നുള്ളത് കണ്ടെത്തണം എന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവരുടെയും ആവശ്യം. അന്വേഷണ വഴികളിലെല്ലാം പോലീസിനെ ഒരു പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.